ഹായ്. അതെ, ഇത് മീഷോന്ന് മേടിച്ചതാണ്. മീഷോന്ന് ക്രോഷോ കിറ്റ് നോക്കി മേടിച്ചതാണ്. ഞാൻ ഫോൺ തുറന്ന് എല്ലാവർക്കും ഓരോരോ കഴിവുകൾ ഓരോരുത്തരും ഉണ്ടാക്കണം. പുതിയ ക്രിയേറ്റീവായിട്ട് എന്തുകൊണ്ട് കഴിവില്ലാവർക്കും. ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു കഴിവില്ല. ഞാൻ ചുമ്മാ യൂട്യൂബും തോണ്ടിയിരിക്കുക, റീലും കണ്ടുകൊണ്ടിരിക്കുക. ഒരു പണിയില്ല. ഒരു പണി വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ കഴിവ് ഇങ്ങനെ ഉണ്ടാക്കാനോ ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു കഴിവില്ലെന്ന് പറയുന്നത് കാര്യമില്ലല്ലോ. എല്ലാവരും ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടാണല്ലോ അത്രയും അവരെ ഡെവലപ്പ് എന്താ പറയുക എല്ലാം ഉണ്ടാക്കാനുള്ള കഴിവൊക്കെ ആയത്. അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ചുമ്മാ ഒന്നും ചെയ്യാതെ എന്നിട്ട് കഴിവില്ലെന്ന് പറയുന്നത് കാര്യമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്രോഷി കുറേ ദിവസമായിട്ട് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കാണുന്നുണ്ട്. എന്ത് രസമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എനിക്കൊരാഗ്രഹം നമുക്ക് യൂട്യൂബിലാണ് കുറേ വീഡിയോസ് കിടപ്പുണ്ട് പഠിപ്പിക്കണതൊക്കെ. അപ്പോൾ ഞാൻ നമുക്ക് പഠിച്ചാലോ, പഠിക്കാം, അത് നോക്കി പഠിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ മീഷോ കയറി നോക്കി നമ്മൾ ആദ്യമായിട്ട് പഠിക്കല്ലേ. അപ്പോൾ ഭയങ്കര കാര്യമായിട്ടൊന്നും ഞാൻ മേടിച്ചില്ല. ജസ്റ്റ് ബിഗിനേഴ്സിൽ പഠിക്കാൻ പറ്റിയ കിറ്റ് പോലെ ഞാൻ നോക്കിയപ്പോൾ ഒരു കിറ്റ് ഉണ്ട്. ബാഗും അതിൽ കിറ്റും കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാനത് മേടിച്ചിട്ട് ഞാൻ ജസ്റ്റ് തുറന്ന് നോക്കി ഇപ്പോൾ ഇതിൽ കുറച്ച് യാൺ കുറച്ചുണ്ട്. ഇതൊക്കെ ഏത് ടൈപ്പ് യാണാണെന്ന് ഒന്നും എനിക്കറിയത്തില്ല. പിന്നെ ഇതിലിപ്പോൾ റെഡ് വൈറ്റ് ഉണ്ട്, ഒരു ഗ്രീൻ എന്ത് കളർ ഗ്രീൻ അതിന് എന്ത് ഗ്രീനാണെന്ന് പറയാൻ എനിക്കറിയില്ല. യെല്ലോ, പിന്നെ ഒരു റോസ് കളർ, പിങ്ക് കളറൊക്കെയാണ്. പിന്നെ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു ഹുക്കാന്ന് തോന്നി. ഇതിനൊക്കെ എന്താ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഹുക്ക്, പിന്നെ ഒരു നീഡിൽ പോലത്തെ പിന്നെ ക്രോഷയുടെ ഒരു നീഡിൽ. ഇത് വരുന്നത് 4.5 mm ആണ്. അപ്പോൾ ഇത് ഇത്ര ആയിരുന്നു അതിനകത്ത് ഉണ്ടായത്. കുറേ വീഡിയോസിലൊക്കെ ഞാൻ നോക്കി. നോക്കിയിട്ട് അതിൽ കുറച്ചങ്ങനെ ഇപ്പോൾ ഇതൊക്കെ എടുത്ത് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ഇതെടുക്കാവേ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യണോണ്ട് അതിൻ്റേതായ ഒരു കൈവഴക്കൊന്നും ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഞാൻ കോഴ്സ് എടുത്ത് പഠിക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ കോഴ്സ് എടുത്ത് പഠിക്കാൻ നോക്കിയപ്പോൾ കോഴ്സ് മറ്റേതെന്ന് വെച്ചാൽ കോഴ്സ് എടുത്തില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിലൊന്നും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. യൂട്യൂബിൽ നോക്കി വീഡിയോസൊക്കെ നോക്കി പഠിക്കാൻ പറ്റുമോ നോക്കിയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെടുക്കാം, കോഴ്സ് എടുത്ത് പഠിക്കാമെന്ന് വിചാരിച്ചു. കുറേ വീഡിയോസുണ്ട് കേട്ടോ യൂട്യൂബിൽ. അപ്പോൾ നമ്മൾ കുറേ നോക്കിയിട്ടൊക്കെ അതിൻ്റെ കൈ പിടിക്കുന്നതും ഒക്കെ ഒരു നാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ ചെയ്യാൻ തോന്നും. ഓരോരുത്തർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ അങ്ങനെ ഫ്ലോ ആയിട്ട് പൊക്കോളും, ചെയ്യാൻ പറ്റും തോന്നണം. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. കുറേ എനിക്ക് പഠിക്കുന്നതാണ്. എനിക്ക് റെസിനായിട്ട് പഠിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എന്താ ക്യാൻഡിൽ മേക്കിങ്, പിന്നെ നമ്മൾ ഈ ആരി വർക്ക് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പഠിക്കുന്ന എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യണോണ്ട് എനിക്ക് എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു സ്പേസിൽ ചെയ്യാൻ പറ്റുന്ന ഞാൻ നോക്കിയപ്പോൾ ക്രോഷി ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ക്രോഷിയിലേക്ക് കിടക്കുന്നത്. അപ്പോൾ നോക്കാം. ഇപ്പോൾ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ഒരു വീഡിയോ ഇടാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നല്ല. ഞാൻ ജസ്റ്റ് വീഡിയോ ടൈം എനിക്ക് നല്ല മടിയുള്ള ആളാണ്. എന്ത് ചെയ്യാണെങ്കിൽ അത് പൂർത്തിയാക്കാറില്ല, നല്ല മടിയാണ്. അപ്പോൾ ഈ വീഡിയോസ് ഇടുമ്പോൾ അങ്ങനെ ഇടാനുള്ളൊരു ആഗ്രഹം, നമ്മളിങ്ങനെ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇതിങ്ങനെ അവരെന്താ വീഡിയോ പറഞ്ഞത് ഇതിപ്പോൾ എനിക്ക് പഠിച്ചാലും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാനിത് ചെയ്യുന്ന രീതി പറയേണ്ടതാണ്. കാരണം ഞാൻ വേറെ ആൾക്കാരെ നോക്കി പഠിക്കുന്നത്, അതെനിക്ക് പറഞ്ഞാൽ അറിയുന്നില്ല. ഇതിപ്പോൾ ഇങ്ങനെ ക്ലോസ് ചെയ്തെടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഒരു വിധം ഞാൻ കാണിച്ചു തരാം കേട്ടോ.